മുല്ലപ്പെരിയാർ കൊണ്ടാൻ പോകുന്നു. ആവശ്യത്തിന് ഇപ്പൊ ലോണായിട്ടും പലിശക്കാരായിട്ടും പേടിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോ നീ കണ്ടതുണ്ട്, എന്തിനാണ് ഇത് എന്നെയും കൂടി വിളിച്ചു പേടിപ്പിക്കണം? അതല്ലടാ, മുല്ലപ്പെരിയാറിന് വെള്ളം വരുമ്പോഴേ നമ്മൾ സൂക്ഷിക്കുന്ന കൂടുതലേക്കില്ലേ, അതൊക്കെ കടലിൽ നിന്ന് ഗൾഫ് വരെ കത്തിക്കുന്നു. ആരുന്നല്ല, ഒരു തീപ്പെട്ടി കൂടെ വെച്ചായിരുന്നു. പിന്നെ ഈ മലവെള്ളം വന്നിറങ്ങി ആളുകൾ മുങ്ങിച്ചാവാൻ പോകുമ്പോഴത്തേക്കാണ് ആൾക്കാർ തീപ്പെട്ടി ചപ്പാൻ പോകുന്നത്. ഇതൊക്കെ ആര് പഠിച്ചുവിടുന്നാടാ? അതൊരു പോയിന്റാണല്ലോ മോനെ ഗോപി, ഈ ലൈഫ് എന്ന് പറഞ്ഞ പ്രഹേളികയാണ്. നീ ഇപ്പൊ താമസിക്കുന്ന വീടില്ലേ, 100 വർഷം കഴിഞ്ഞ് വേറെ ആളുടെ ആയിരിക്കും. പിന്നെ കാറ്, അതല്ലേ? അപ്പൊ അറിയില്ല, നീയും കണ്ടല്ലേ? ആ, എന്റെ ഇൻസ്റ്റാഗ്രാം ലോകത്ത് തയ്ക്കാൻ വയ്യണ്ടേ, ഇത് ലൈക്ക് അടിക്കണ ഓരോ വീഡിയോ ഞാൻ തിരഞ്ഞെടുത്ത് കാണുന്നത്. അതെന്തിന്? അല്ല, അപ്പൊ പിന്നെ അത് സഹിക്കണ്ടല്ലോ. അങ്ങനെ പോയി. ആരൊക്കെ വരുന്നു പോകുന്നു, പക്ഷെ അണ്ണനൊന്നും ഇവിടെ തന്നെ ഉണ്ട്. സ്ട്രോങ് ആയി. ഇനിയും ഇവിടെ ഉണ്ടാവും, ഡബിൾ സ്ട്രോങ് ആയി. ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റം നീ കരുതണ്ട. അതിന് ആര് കരുതണ്? അവള് പെട്ടെന്നോടെ എത്തിക്കാണും. ആര് കരുതിയാലും ഇല്ലെങ്കിലും മോനെ ഗോപി, നീ നോക്കോ, ശബരിമല ശാസ്താവാണ്, ഹരിഹര സുധനാണ്. ഇല്ല പോയ പെൺകൊച്ചിനുണ്ടല്ല, ഞാൻ വളച്ച് എൻ്റെ പോക്കറ്റിലാക്കിയിരിക്കും. നീ നോക്കൂ. എടാ, പോക്കറ്റിലാക്കാൻ അവളെന്താ കൊടക്കമ്പിയാ? അളിയ ട്രൂ ലവ് അപമാനിക്കരുത് പ്ലീസ്. എന്നാ നീ പോയി ധൈര്യമായിട്ട് ഫൈറ്റ് ചെയ്യടാ. ശരി, പോട്ടെ. ഒരാളെ കാണുമ്പോൾ, പരിചയപ്പെടുമ്പോൾ അയാളേക്കാൾ ഇമ്പോർട്ടൻസ് നമുക്ക് തരികയാണെങ്കിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക? ദിസ് മാൻ ഹാസ് സംതിങ്. അയാളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം നമ്മൾ കാണുന്ന മറ്റു മനുഷ്യർക്കൊന്നും ഈ ക്വാളിറ്റി ഉണ്ടാവില്ല. അയാളെ നമുക്ക് സോൾമേറ്റ് എന്ന് വിളിക്കാം. എന്ത് പരിപാടിയായിട്ട് പറഞ്ഞൂടെ? ഹലോ, തനിക്ക് എന്താ വേണ്ടേ? അല്ല എടോ, എനിക്ക് മനസ്സിലായത് കുട്ടിക്ക് എന്നോട് എന്തിന് ഇത്ര ജാടാ? ഇതേ ജാടയല്ല, താല്പര്യമില്ലായ്മയാണ്. കുട്ടി ഞാൻ കുറ്റം പറയുന്നില്ല. അല്ലെങ്കിലും കുറച്ച് സൗന്ദര്യമുള്ള കുട്ടികളുടെ ഫസ്റ്റ് റെസ്പോൺസ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. ശരി, എന്നാലേ താനേ തൻ്റെ സ്വപ്നലോകത്ത് പോയി ജീവിക്കും. എടോ എടോ, താല്പര്യമില്ല. പാമ്പൻ പാലത്തിന്റെ പിൻബലം തകർക്കാൻ പറ്റാത്ത വിശ്വാസം. നീ ഒരു ഉരുക്കു മനുഷ്യനാണാ. അപ്പൊ നീ ഇതുവരെ കിട്ടില്ലേ? വിടാനാ? നിനക്കറിയില്ല, എൻ്റെ ചെരുപ്പില്ലേ, ഇത് നോക്കണ്ട ഷൂസാ. എൻ്റെ
തേഞ്ഞ ചെരുപ്പിന് അവളെ പറ്റി കവിത എഴുതാനുണ്ടാവും. ആ ബെസ്റ്റ്. എനിക്കറിയില്ല, ഉറക്കമില്ലാത്ത രാത്രികൾ ഞാൻ അവളെ ഓർത്ത് വൃത്തികെട്ടാ. കണ്ട സ്വപ്നം മാത്രം മതി ഒരു ജ്ഞാനപീഠ അവാർഡ് കിട്ടാനുള്ള ബുക്ക് ഉണ്ടാക്കാൻ. ഓ അതായിരുന്നാ. ഇനി ഒരു പിന്മാറ്റം മരണത്തിലൂടെ മാത്രം. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. ഗുഡ് ബൈ. അപ്പോൾ ശരി, ബൈ. നീ പോണേണോ? പോട്ടെ. എവിടെ എൻ്റെ ദിവ്യ മോളെ? ദിവ്യ കുട്ടി, ആരാടാ പെരപ്പുറത്ത്? ഒച്ചവെക്കല്ലേ, ഞാനിപ്പോൾ പോകാം. തന്നെ കൊണ്ടൊരു മനസമാധാനം ഇല്ലല്ലോ. എടോ, തന്നെക്കുറിച്ച് ഓർത്തോർത്ത് എങ്ങോട്ടേക്ക് വണ്ടി എടുത്താലും അത് കൊച്ചിക്കാണെങ്കിലും ശരി, കൊല്ലത്തേക്കാണെങ്കിലും ശരി, ലാസ്റ്റ് കറങ്ങി തന്നെ ഇവിടേക്ക് എത്തണത്. ഈ ട്രൂ ലവിനെ പ്രാന്തനാക്കി കണ്ട ഇവിടെ പോലും ഞാൻ തന്നെ മുമ്പ് വീണുപോയി. എന്നാലേ താൻ പോയി വല്ല പ്രാന്താശുപത്രിയിലും പോയി കിടക്കും. അവിടെയും പോവാം, പക്ഷെ അവിടെ പോയാലും ലാസ്റ്റ് കറങ്ങി തന്നെ ഇവിടെ എത്തണത്. അതാണ് പ്രശ്നം. എനിക്ക് നല്ല പെട തരാൻ അറിയാൻ മേലാത്തോണ്ടല്ല, തനിക്കിത് കിട്ടേണ്ട ആവശ്യമുണ്ട്. വെറുതെ പിട വാങ്ങാം, പക്ഷെ എത്ര പിടയ്ക്കും എൻ്റെ ഈ കാത്തിരിപ്പിന് മുടക്കാനാവില്ല. എന്നെ കൊണ്ട് വലിയ ശല്യമാണല്ലോടോ. ഞാനേ നാട്ടുകാരെ വിളിച്ചു കൂട്ടട്ടെ. ഞാനിപ്പോ പോറേ, അങ്ങനെ കണ്ടിപ്പ തിരുമ്പോരേ, എന്നെ മറക്കരുത്. ഒരു ദിവസം തൻ്റെ ട്രൂ ലവ് അംഗീകരിക്കും. ചേട്ടാ, ചേട്ടൻ ദിവ്യചേച്ചിയുടെ പുറകെ നടക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാം. ആണോ? പക്ഷേ പുള്ളിക്കാര് സെറ്റ് ആവണില്ലല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ചേട്ടാ അതെങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണെങ്കിലും കുട്ടി പറഞ്ഞോ, മടിക്കണ്ട. ചേട്ടൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതേ കുട്ടി തമാശ കളിക്കില്ല കേട്ടോ. ഇത് തമാശയല്ല, എൻ്റെ ട്രൂ ലവ് ആണ്. ചേട്ടൻ എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താ. പക്ഷെ എനിക്കറിയാം നമ്മൾ തമ്മിൽ ഈ ലൈഫിൽ അങ്ങനെ. എനിക്കിഷ്ടം. ഏ എനിക്കിഷ്ടം. ചേട്ടൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ചേട്ടൻ അങ്ങനെ പറ്റത്തില്ല. പറ്റും പറ്റും, എനിക്ക് നീ മതി. ഇതിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ന്യൂട്ടിന്ന് അറിയുന്നു കാണാം. എന്തോ പെരുങ്കോഴി ആരാ? എന്താ? ഞാനെങ്ങാനും നിന്റെ ഡയലോഗിൽ തെന്നി വീഴുമെന്ന് ഓർത്തപ്പോ ഒരു ടെസ്റ്റ് ഡോസ് ഇറക്കിയത് ഇവിടെ. എന്റെ അമ്മൂമ്മയുടെ ഒരു ട്രൂ ലവ്. ദിവ്യൂട്ടി, അതങ്ങനെ അല്ലടാ. പെരുങ്കോഴിക്ക് ഇനി പ്രസംഗിക്കാൻ മൈക്കോ? ഇറങ്ങി പോണം മുതുവാടെ. ചേട്ടാ ചേട്ടാ ചേട്ടൻ ആ പറഞ്ഞതൊക്കെ സീരിയസ് ആയിട്ടാണോ? എന്തുട്ട്? അല്ല, ചേട്ടനപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനറിയാതെ നാദസ്വരവും തകിലിൻ്റെ ശബ്ദവും കുരവയും ഒക്കെ കേട്ടു. കേക്കും കേക്കും. മനസ്സിലാണെങ്കിൽ താലികെട്ട് മിന്നി തെളിഞ്ഞു. ഇനി തെളിയിക്കാടി ഞാൻ. ചേട്ടൻ ശരിക്കും എനിക്ക് നീ മതിയായില്ലേടി. ആരോടായിരിക്കൂലേ? ഇത് അല്ല ആരോടായിരിക്കൂലേ? എന്താ ബ്രോ? അല്ല ഈ സൊള്ളുന്നതേ മറ്റേ പരിപാടി തന്നെയാണ്. മറ്റേതാ? എന്ത്? ഏതെങ്കിലും ഒരുത്തിനെ വിളിച്ച് കൊണ്ടുപോയിട്ട് എന്നിട്ട് ഫുൾ ചെലവെടുപ്പിക്കുക. ആണല്ലേ? അല്ലാതെ ഇവിടെ അടുത്ത് നോക്കി. അല്ല പറയാൻ മറന്നു. ബൈ ദ ബൈ, ഐ ആം ആന്റണി. വെൽ, ഐ ആം അർജുൻ. അല്ല എന്നാലും ഇതൊന്നും അറിയാണ്ട് കല്യാണം കഴിച്ചൊരു ഭർത്താവ് ഒക്കെ ഉണ്ടാവില്ലേ? ചാൻസ്ലെസ്. ഇവിളുമാർക്കൊന്നും കെട്ടാനൊന്നൊരു ഉദ്ദേശം ഉണ്ടാവില്ലെന്ന്. കിട്ടുന്ന സമയം മൊത്തം ഹലോ മറ്റേതായിരിക്കും ഉള്ളത്. മറ്റേതാ? എന്ത്? ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കഴുതരാമനുള്ള കെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ
അവനൊരു മരവഴി ആയിരിക്കുള്ളൂ. ഒരു മിനിറ്റ്. അതെ, പോണ വഴിക്ക് എനിക്ക് പാർലറിലൊന്നും കയറണം. ഒരു 10 minutes. എനിക്ക് 2 കോൾ ചെയ്യാണ്ട് കേട്ടോ. ചേട്ടൻ ബ്രോ ടെൻഷനാവണ്ട. ബ്രോ നേരത്തെ പറഞ്ഞ മരവാഴിയില്ലേ, അത് ഞാൻ തന്നെയാണ്. പോണ ഹലോ. ഒരു മിനിറ്റ്. താനല്ലേ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്? ശ്രദ്ധിച്ചല്ലേ? ഞാനായിരുന്നു. അല്ല, അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരുന്നു a few years back. ഇപ്പൊ we are not together. ഒരു കാര്യം അറിയോ? എന്താ? അയാളൊരു മരവാഴയാണ്. എനിക്കതറിയായിരുന്നു. ആണോ? then you are nice. ആൾക്കാരെ കാണുമ്പോൾ തന്നെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്താ മറ്റേതാ എന്ത്? ഏതെങ്കിലും ഒരുത്തിനെ വിളിച്ച് കൊണ്ടുപോയിട്ട് എന്താ ഫുൾ ചെലവെടുപ്പിക്കുക. എന്താ? ഒന്നുമില്ല, ഞാനേ പെട്ടെന്ന് വേറെ എന്തൊക്കെ ആലോചിച്ചു. പേടിക്കണ്ട, ഇറ്റ്സ് നോർമൽ. നമുക്ക് അപ്പുറത്തേക്ക് മാറിയിക്ക. അല്ല, അതെ, നിങ്ങൾ അവിടെ നിന്ന് എവിടെ പോകുന്ന കാര്യം പറഞ്ഞു കേട്ടായിരുന്നല്ലോ ഒരുമിച്ച്. അതോ? അതെ, ഞങ്ങൾ ഡിവോഴ്സിന് ശേഷം കുറച്ച് ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നേ. സോ ആള് ഇന്നാണ് അതൊക്കെ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് മരവാഴ വല്ലതും തരോ? അറിയില്ല, കുത്തിനെ പിടിച്ച് വാങ്ങിക്കേണ്ടി വരുമോ? അവനെ കണ്ടാലറിയാം അവനൊരു ഉടായ്പാണെന്നുള്ളത്. ആണല്ലേ? പിന്നില്ല, അവൻ്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അവൻ ലോക ഫ്രോഡാണെന്നുള്ളത്. കുട്ടിക്ക് നല്ല പണി കിട്ടിയെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഒഴിവാക്കി വിട്ടത്. അതെ അതെ, എനിക്കിത് കേട്ട് ഭയങ്കര ടെൻഷൻ. ഞാനേ ആളുടെ അടുത്ത് പോയിട്ടേ പൈസ വാങ്ങിച്ചിട്ട് വരാം. കുട്ടി, എന്നിട്ടാണ് ഇത്ര നേരം ഇവിടെ കറങ്ങി തിരിഞ്ഞ? നിങ്ങൾ ഒന്നേ വാ, ഞാൻ മേടിച്ചറിയിപ്പോ അവൻ്റെ അടുത്തുനിന്ന്. ആണോ? വലിയ ഹെൽപ്പ് ആയിരിക്കും കേട്ടോ. ഞാനിതൊക്കെ എത്ര കണ്ടതാ. ആണല്ലേ? പോവാം. ഞാൻ പാർലറിൽ പോയിട്ട് വരുമ്പോഴേക്കും എന്റെ പൈസ സെറ്റാക്കി വെച്ചോളൂ. എടി, ഒരാൾ ഇത്ര നേരം വരെ ക്യാഷ് തരാന്ന് പറഞ്ഞാ ഇപ്പോൾ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കണില്ല. ദേ, എൻ്റെ അടുത്ത് വേല ഇറക്കരുത് കേട്ടോ. എന്റെ പൊന്നുമേരി നോണയല്ല, സത്യയുടെ അയാൾ എനിക്ക് കാശ് തരാനുള്ളതാ. കളിപ്പിക്കാനാണ് ഇങ്ങനെ വിളിച്ചു വരുത്തി ഒരാളെ വെയിറ്റ് ചെയ്യിപ്പിക്കോ? ചേട്ടാ, ചേട്ടൻ എങ്ങാനും ഇല്ലായിരുന്നെങ്കിലേ ഇയാളെന്നെ വീണ്ടും കളിപ്പിച്ചേനല്ലേ. ഇവനെപ്പോലത്തെ എത്ര തരികിടകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടീനെ ഇഷ്ടടിക്കണം കേട്ടോ. ഇവനെങ്ങനെ ഇനി പുതിയ നമ്പർ ഇട്ടാ അത് പൂട്ടുന്നവരെ ഞാനിട്ട്. ആണല്ലേ? എടി, അയാളെ വിളിച്ചാ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. അയാളെ അപ്പുറത്തെ ജംഗ്ഷനിൽ ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന്. നിങ്ങൾ വരാൻ വേറെ വണ്ടിയൊന്നുമില്ല. ഞാൻ പോയിട്ട് വരാം. എന്നാ എന്റെ കാർ എടുത്തിട്ട് നോക്കൂ. ഏയ്, കാറൊന്നും ശരിയാവില്ല. കാറിലൊക്കെ പോയി കഴിഞ്ഞാലേ ഇവര് മൊത്തം പൈസ ഒന്നുമില്ല. ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ഇപ്പൊ പോകണ്ട ചേട്ടനെ. എൻ്റെ ബൈക്ക് എടുത്ത് നോക്കൂ, ഒരു സമയങ്ങളുണ്ടല്ലോ. എന്നാ പിന്നെ അങ്ങനെ ആവല്ലേ. താങ്ക്സ് ഉണ്ട് ബ്രോ. ആയിക്കോട്ടെ. ഏതെങ്കിലും വണ്ടി എടുത്താൽ പോട്ടെ. ഇവനൊക്കെ തിരിച്ചിട്ട് നമുക്കല്ല ഉറപ്പും വേണ്ടേ അല്ലേ? എന്നാലും ചേട്ടന്റെ ബുദ്ധി അപാരം തന്നെ. പിന്നല്ല. ചേട്ടാ, ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് എവിടെയാ? പബ്ലിക് ടോയ്ലറ്റ് ആണെങ്കിൽ കുറച്ച് അപ്പുറത്തുണ്ട്. ആണല്ലേ? എന്നാ ഞാൻ പോയിട്ട് വരാവേ. അല്ല കുട്ടി, തൻ്റെ കാറല്ലേ കിടക്കണ? ഇതങ്ങടുത്ത് പോയാൽ പോരെ? പുള്ളി വരുന്നവരെ ഒന്ന് നടക്കാന്ന് ഓർത്തു. എന്താ ഏട്ടാ? ഒന്നുമില്ല, കുറച്ച് അപ്പുറത്തായിട്ടാണ് ടോയ്ലറ്റ്. കുട്ടി പോയിട്ട് വാ, ഏട്ടനോട്ട് ഉണ്ടാവും. ആയിക്കോട്ടെ, താങ്ക് യു. ഒത്തില്ല. ഇതേതാ ഈ തീരം? ഇനി ഇത് വല്ലതുമാണ് വിജന തീരം. വള്ളിയൊക്കെ അയ്യോ.
ഇവിടെ എന്നാലും അവൾ എവിടെ പോയിട്ടുണ്ടാവും? നിനക്കല്ല ഐഡിയ ഉണ്ടോ? നീയും പോണോ? എന്താ എന്ത് അല്ല കാറിലോട്ട് എന്തോന്ന് വണ്ടി എടുക്കാൻ വണ്ടിന്ന് വണ്ടിന്ന് പോടോ പോടോ പോടാ ചെറിയനെന്തോടാ പിന്നെ എന്റെ വണ്ടി എടുക്കാൻ നിന്റെ അമ്മൂമ്മയുടെ അനുവാദം മേടിക്കണോടാ. സൂക്ഷിക്കുക ഈ രണ്ടുപേരെ പിടിച്ചു കൊടുക്കുന്നവർക്ക്. എന്നാലും എനിക്ക് അവൻ ഇങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൊള്ള പന്നി. എന്നാലും നമ്മൾ രണ്ടുപേരെയും പറ്റിച്ചില്ലേടി അവൻ. നമ്മൾ തമ്മിൽ നേരത്തെ കോണ്ടാക്ട് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇത്രയും നാൾ നമ്മളെ പറ്റിക്കില്ലായിരുന്നു. ആ ബെസ്റ്റ്. അതിന് വല്ലപ്പോഴൊക്കെ സ്കൂൾ ഗ്രൂപ്പിൽ കയറണം. ഇത് മെസ്സേജ് ചെയ്താലും റിപ്ലൈ ചെയ്യൂല. ദയവായിട്ട് നമ്മളിപ്പോ കണ്ടുപിടിച്ച് അവന്റെ കളത്രമൊക്കെ പൊളിക്കാനായിട്ട്. അതെന്തി വിളിച്ചായിരുന്നോ? ഒരു അരമണിക്കൂർ മുന്നേ വരും. എന്തായാലും വരാതിരിക്കില്ല. പ്ലാനൊക്കെ സെറ്റ് അല്ലേ? വന്നു തോന്നുന്നുണ്ട്. നീയേ അകത്തേക്ക് ഇരിക്കേ. നിന്റെ പ്രകടനം അവസാനമായിട്ടൊന്ന് കാണാലോ. ചിരിച്ചു ഇതിന്റെ അവസാനത്തെ ചിരിയോടെ തേണ്ടി. എന്താടി ഒരു ഓഞ്ഞ ചിരി? അതില്ലേ, ഞാനില്ലടാ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ന്യൂസ് കണ്ടു. ഒരുത്തനെ രണ്ടുപേരുമായിട്ട് പ്രേമം. എന്നിട്ടെന്താ അതിലൊരുത്തി അവന്റെ തലക്കടിച്ചു പോകുന്നു. നിനക്ക് ഈ ന്യൂസ് കേട്ടിട്ട് നീ തോന്നണ്ടാ? തോന്നി. എന്താ തോന്നിയേ? സാധാരണ ഇതുപോലത്തെ ചവറണെങ്കിൽ ന്യൂസൊക്കെ ഫേസ്ബുക്കിൽ വരാറ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വന്നു തുടങ്ങിയില്ലേ? അവന്റെ ഒരു കണ്ടുപിടുത്തം. നിനക്ക് ഇങ്ങനത്തെ വൃത്തിയേട്ടവന്മാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്താ അഭിപ്രായം? നീ അതിനെ ആവശ്യമില്ലാത്തായിരുന്നു സംസാരിക്കണേ. നീ ഒരു ചായട്ടെ. പന്നി. ചായ ചായ എടുക്കില്ല. കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാൻ സദ്യ തരാം. കൊള്ളാം. അവിയൽ പായസം. എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അവളിപ്പോ ഉണ്ട് 2 വർഷമായിട്ട് ബാംഗ്ലൂര്. ഞങ്ങൾ ഇന്നാണ് മീറ്റ് ചെയ്തത്. അതാരടി? ഞാൻ അറിയാത്തൊരു ഫ്രണ്ട്. ഇവളെ കുറിച്ച് മാത്രം ഞാൻ നിന്നോട് പറയാതിരുന്നേ. പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ തീരുമാനമായാനെ. എന്ത് തീരുമാനം? നിന്റെ ജോലിയില്ലേ, അവള് വിചാരിച്ച നമുക്ക് ബെറ്റർ ആയിട്ടൊരു ജോലി കിട്ടും. അതിനെ കുറിച്ചാ. ആണോ? എറണാകുളം വിളിയടി. വേണോ? വേണോ? ജോലിയുടെ കാര്യല്ലേ? പിന്നെ റിഗ്രറ്റ് ചെയ്യരുത്. ഞാനിതിനെ റിഗ്രറ്റ് ചെയ്യണ? നിനക്കെന്നെ വട്ടായ? വട്ടൊന്നല്ല, ആളിവിടെ ഉണ്ട്. നീ ഒന്ന് സംസാരിച്ചു നോക്ക്. സെറ്റ് ആവുകയാണെങ്കിൽ ലോട്ടറിയാ. നീ അവളെ വിളി, ഞാൻ അവളെ വളച്ചെടുത്തോളാം.
നീ വളച്ചെടുക്കാൻ ബെസ്റ്റാന്ന് എനിക്ക് അറിയാം. വിളിക്കാല്ലേ? എടി ഇങ്ങ് പോന്നേക്ക്. എന്തിനാ പട്ടി നീ ഞെട്ടാത്തത്? എന്തിനേട്ടണം? ഞാൻ നിന്റെ ആരാ? എന്റെ ലവർ. അപ്പൊ ഞാനോ? എനിക്ക് നിന്നെ ഇഷ്ടാ. എടാ, കഴിഞ്ഞ ഉളുപ്പുണ്ടോടാ നിനക്ക്? ഉളുപ്പ്. നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണ്? നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. സ്നേഹിക്കുന്നത് വലിയ അപരാധമാണെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചത്. ഊളത്തരം ചെയ്തിട്ട് ന്യായീകരിക്കരുത് കണ്ണാ. എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എടി നീ കൊന്നോ, പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. ഞാൻ സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചോ? നിങ്ങൾ രണ്ടുപേരോടും ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? പിന്നെ സിനിമയ്ക്ക് പോണത് എന്റെ കാശിന്, മിണുങ്ങാൻ പോണത് എന്റെ കാശിന്. ഈ ഗിഫ്റ്റില്ലേ അത് വാങ്ങിച്ചു തന്നാല് ഞാൻ എന്റെ നാണുണ്ടോ ഉൾപ്പുണ്ടോ എന്നോട് ചോദിക്കാൻ? ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. പണ്ട് 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 എൻ്റെ അമ്മ നിറ കണ്ണുകളോട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ ജീവിതത്തിൽ വിവാഹം ഒരിക്കലേ നടക്കും. അതുകൊണ്ട് മോൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഈ അമ്മയെ പോലെ നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങളിൽ ഞാൻ എൻ്റെ അമ്മയുടെ കുറച്ച് നല്ല ഗുണങ്ങൾ കണ്ടിരുന്നു. കുറച്ചുകൂടി കണ്ടെത്താനുണ്ട്. അതുകൂടി കണ്ടെത്തിയിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാളെ ഞാൻ കെട്ടുമായിരുന്നു. ഒരു മകൻ അമ്മയുടെ അവസാന ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഒന്ന് പ്രയത്നിച്ചു. നിങ്ങളൊന്നും അറിയണം, എന്റെ അമ്മ ഈ ലോകത്തുള്ള മുഴുവൻ സ്വർണ്ണമൊന്നും ആവശ്യപ്പെട്ടില്ല. ആവശ്യപ്പെട്ടതോ നല്ലൊരു പെൺകുട്ടി. അതെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഇതൊക്കെ വെറുതെ തമാശയായിരിക്കാം, പക്ഷെ എനിക്ക് എന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. മമ്മി, കഴിഞ്ഞ നിന്റെ നാടകം? നീ ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ വരാട്ടോ. എന്താണ്? പിന്നെ എന്തൊക്കെയാ അമ്മയുടെ ബാക്കി ഗുണങ്ങൾ? അതായിരുന്നു അതിപ്പോ പഞ്ച്വാലിറ്റി, ഒബീഡിയൻസ്, നല്ല കുറെ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മള്. നിനക്കറിയാലോ ഞാൻ ആരെ കുറിച്ച് അവന് കുറ്റം പറയാറില്ല. അതെനിക്ക് അറിഞ്ഞൂടെ? ഈ ഗോപികയില്ലേ, ഇവക്കല്ലേ 10ാം ക്ലാസ്സിൽ വെച്ചിട്ടേ ഒരു പ്രണയം ഉണ്ടായിരുന്നു. അതും സ്കൂൾ മാഷായിട്ട്. അയ്യേ, കേൾക്കുമ്പോ തന്നെ അയ്യേ. ഒന്ന് ആലോചിച്ച് നോക്കേ, ആ മാഷിനെ നാട്ടുകാരെ കൂടിയിട്ടില്ലേ അടിച്ചിട്ടുണ്ട്. എന്തിനാന്നറിയോ? എന്തിനു? ഗോപികേനെയും മാഷിനെയും കൂടെ ബാത്റൂമിൽ വെച്ച് എന്താ പോലെ അല്ലേ? അല്ലെങ്കിൽ ആർക്കാണ് ഇങ്ങനത്തെ നാട്ടു കേസൊക്കെ സംസാരിക്കാൻ? അതെ അതെ. നീ ഇനി അവളായിട്ട് കൂട്ടൊന്നും വേണ്ട കേട്ടോ. എനിക്കിപ്പോ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നിന്റെ കുടുംബക്കാരെയൊക്കെ കാണണം. പിന്നെ നിന്റെ അമ്മയുടെ കുഴിമാടത്തില് പൂവൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം. പൂക്കളാ? അതിനെന്റെ അമ്മ മരിച്ചിട്ടില്ല. ഇല്ലേ? ഇല്ല. നീയല്ലേ നേരത്തെ പറഞ്ഞത് അവസാനത്തെ ആഗ്രഹമാണ്? അത് അമ്മേനെ അവസാനമായിട്ട് കണ്ടപ്പോൾ ആഗ്രഹമായിരുന്നു. അതേ ഞാൻ വീട്ടിൽ പോയിട്ടില്ല. നീയേ ഇനി എന്തായാലും വേഗം വീട്ടുകാരുടെ അടുത്തും അമ്മയുടെ അടുത്തും ഒക്കെ എന്നെ കുറിച്ച് പറഞ്ഞോളൂ കേട്ടോ. പറയാട്ടോ. ഇനി ലേറ്റ് ആക്കല്ലേ. എന്നാ ശരി, പോവാ. വാ. അവളുടെ വാക്കേട്ട് ഞാൻ എടുത്തിയാടിയോ? കുറച്ച് നോട്ടിക്ക്. അല്ലെങ്കിൽ കണ്ണൻ ഗോപികയെ ചതിക്കുമെന്ന് അങ്ങനെ ചിന്തിക്കാൻ മാത്രം പൊട്ടിയാണോ ഞാൻ? അതാണ് ഞാൻ ആലോചിച്ചത്. കണ്ണന്റെ അച്ഛൻ അമ്പല കമ്മിറ്റി പ്രസിഡന്റ്, അവളാണെങ്കിൽ വേറെ കാസ്റ്റ്. അപ്പൊ അത് ഭയങ്കര പ്രോബ്ലം ആവില്ലേ? എന്ത് പ്രോബ്ലം?
പ്രോബ്ലം ആയില്ലെങ്കിൽ അവൾക്കൊരു പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രശ്നം? അവള് രാത്രി എണീറ്റ് നടക്കും ഉറക്കത്തിൽ. അതിപ്പോ ഓരോരുത്തരുടെ അവസ്ഥയല്ലേ. അവസ്ഥ ഒരു ദിവസം അവള് രാത്രി ഇതുപോലെ ഉറക്കത്തിൽ എണീറ്റ് നടന്ന് അടുക്കളയിൽ പോയി കത്തി എടുത്ത് അവളുടെ ഉറങ്ങിക്കിടന്ന പപ്പനെ വെട്ടി 12 സ്റ്റിച്ച്. കയ്യിലായതുകൊണ്ട് രക്ഷപ്പെട്ടു, കഴുത്തിലായിരുന്നെങ്കിലോ. അതുകൊണ്ട് അവളോട് ആരും കിടക്കാറില്ല. കണ്ടാൻ റിസ്ക് എടുക്കരുത് കേട്ടോ. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇനി എന്നെ എങ്ങാനും വേണ്ട വെച്ചാ അവളെ കിട്ടിയ നീറ്റെന്ന് പറഞ്ഞ അകത്താക്കും. തെളി വേണ്ടേ. ഇത്രയും പറഞ്ഞിട്ടും അന്ന മതിയെന്നാണെങ്കിൽ ആയിക്കോ. പക്ഷെ ഗോപിക ചാവും. അതിനു മുന്നേ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പോയി. ശരിയാവില്ല. Just escape, Daddy. ഹലോ അഞ്ജലി, എവിടെയാണ്? വീട്ടിലാണോ? ഒറ്റയ്ക്ക? എന്നാ പോരാവേ. ഓക്കെ അഞ്ജലി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? കുറച്ച് കൂടുതലാണ്. ഒരാഴ്ചയായിട്ടുള്ള ഹോക്റ്റിക്ക് പോക്കാം, ഒരു രക്ഷയില്ല. സ്ട്രെസ് കയറിയിട്ട് നിറയെ സ്വീറ്റ്സ് കഴിച്ചു, അതിൻ്റെ. മോളെ, മാമനാന്ന് തോന്നുന്നു, ഒന്ന് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നീ ഒരൊറ്റ ആളാട്ടോ ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് ഇവിടെ വഷളാക്കുന്നത്. നീ ബാക്കിയുള്ള പല്ലൂടെ പോവും. ഇതെന്നാ സൂചിയൊക്കെ ആയിട്ട്? ഞാൻ പോകുന്നൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അതൊന്ന് തല കറങ്ങിയതാ, കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി. അതുകൊണ്ട് ജസ്റ്റ് അവളെ ഒന്ന് വിളിച്ചു, ഷുഗർ ചെക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. എന്നിട്ടിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ലേശം കൂടുതലാ. സ്വാഭാവികം, അല്ലെങ്കിലും പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. എല്ലാം സ്വന്തമായിട്ട് അങ്ങോട്ട് ഏറ്റെടുത്ത് ചെയ്യല്ലേ. അതും പറഞ്ഞ് എല്ലാം കൂടി അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിലും വലിയ തലവേദനയാവും. ആ, നീ ഇവനെ പരിചയപ്പെട്ടില്ലല്ലോ. ഇതാണ് ഞാൻ പറയാറുള്ള എൻ്റെ ഒരേ ഒരു അനുജൻ ജോ. ബാംഗ്ലൂരിലെ നല്ലൊരു ജോലിയും വിട്ട് ദേ ഇപ്പോൾ ഇവിടെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കുക. എടാ, ഇത് പ്രിയ, നമ്മുടെ അടുത്ത ഫ്ലാറ്റിലെയാ. ഇവിടെ KG ഹോസ്പിറ്റൽ നേഴ്സാണ്. പിന്നെ ഇടയ്ക്ക് എൻ്റെ പേഴ്സണൽ ഡോക്ടർ ആവാറുണ്ട് അവള്. ഹായ്. ഹായ്. ഞാൻ കേട്ടിട്ടുണ്ട്, ചേച്ചി ഒത്തിരി പറയാറുണ്ട്, കണ്ടിട്ടില്ലാന്നേ ഉള്ളൂ. നല്ലത് തന്നെയല്ലേ പറഞ്ഞേ. പിന്നെ ആ എടാ, നീ പോയ കാര്യം എന്തായി? അവര് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സെലക്ട് ആവുന്ന ഒരു പ്രതീക്ഷയുണ്ട്. സെലക്ട് ആയ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അത്ര നല്ല കിടിലൻ ടീമാണ്, അതുപോലെ നല്ല അടിപൊളി പ്രോജക്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. എടാ, പപ്പ നിന്നെ വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ ഒന്ന് പപ്പയെ വിളിച്ചേക്കണേ. അത് ഫോൺ ഓഫ് ആയി പോയതാ. ഞാൻ വിളിച്ചോളാം, നിങ്ങളൊന്ന് സംസാരിച്ചിരിക്കും. ഇല്ല, ഞാനും ഇറങ്ങുക. ചേച്ചി, ഞാൻ ഈ ചാർജർ എടുക്കട്ടെ, വർക്കിന് പോകുന്നതിന് മുന്നേ കൊണ്ടുതരാം. ആ ശരി, ഓക്കെ ഓക്കെ.
ഹായ്. ഹായ്. ചാർജർ ഇടാൻ വന്നേ. സ്നേഹ ചേച്ചി. പുറത്തെന്തോ പോയേക്കാ? ഓ, എന്താ പരിപാടി? ആരെയോ കാണാൻ പോയതാന്ന് തോന്നുന്നു. അതല്ല, എന്താ തൻ്റെ പരിപാടിന്ന്? ഞാനിങ്ങനെ ഫോണിൽ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടോണ്ട്. ഓ, പുറത്തെങ്ങനെയും പോയായിരുന്നോ? ആ, എനിക്കിന്ന് നൈറ്റാ ഷിഫ്റ്റ്. അതല്ല, എന്നോട് സ്നേഹ ചേച്ചി പറഞ്ഞായിരുന്നു ജോ കുറേ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കുന്നത്. എനിക്ക് ഷോർട്ട് ഫിലിംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏതിലൊക്കെ അഭിനയിച്ചേക്കണേ? ഞാനൊരു 1-2 ചെയ്തിട്ടുണ്ട്. കൊളീഗ്സ് വിത്ത് ബെനിഫിറ്റ്സ്, ഹലോ ഡാർലിങ്സ്, അങ്ങനെ. ഓക്കെ. നമ്പർ പറഞ്ഞേ. ജോന്റെ നമ്പർ പറയാൻ. 944-163-690. ഓക്കെ, അതിലോട്ട് ലിങ്ക് അയച്ചാൽ മതി. ഞാൻ കണ്ടു നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ഓ, ആയിക്കോട്ടെ. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. കണ്ടിട്ട് ഫീഡ്ബാക്ക് വരാം കേട്ടോ. ഓക്കെ, ബൈ. ചിന്നഞ്ചീരത് എന്താടാ ഒരു ഇളക്കം? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പ്രേമാണോടാ? അങ്ങനെ ചോദിച്ചാൽ പ്രിയ കൊള്ളാം, എനിക്കിഷ്ടായി. കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കാം. പപ്പേനോട് 2 വർഷം കൊണ്ട് സിനിമയിൽ എന്തെങ്കിലും ആവാന്നും പറഞ്ഞ് വാക്കും പറഞ്ഞ് പോയനാ. പ്രേമിച്ച് നടക്കാനാണോ നിന്റെ പ്ലാൻ? എന്തായാലും ഒരു കൂട്ടുവാണല്ലോ, അതുകൊണ്ട് പ്രിയ ആയിക്കൂടാന്ന് ഞാൻ ആലോചിക്കണം. നമുക്ക് എല്ലാത്തിനും ഒരു പ്ലാൻ വേണമല്ലോ. എന്തോന്നാടാ ഇത്? ഒരാഴ്ചയിലായിട്ടുള്ളൂ നിങ്ങൾ പരിചയപ്പെട്ടിട്ട്, അതിനുള്ളിൽ ഇത്രയും വലിയ തീരുമാനം എടുക്കണോ? ഇത് ഒരു കാര്യം പറഞ്ഞേക്കാം, ചുമ്മാ കയറി ഇഷ്ടമാണെന്ന് പറഞ്ഞ് നാണം കിടാൻ നിൽക്കടച്ചേക്കാം. അവൾ നിന്നെപ്പോലെയൊന്നുമല്ല, നല്ല മിടുക്കി കൊച്ചാ. മിക്കവാറും
അവള് UK പറക്കാൻ ചാൻസ് ഉണ്ട്. UK? ആ അത് ശരി, അതൊന്നും പറഞ്ഞില്ലേ? അവളെക്കുറിച്ചൊന്നും അറിയാണ്ടോ ഇത്രയും വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? അല്ല, എനിക്കെന്തോ വല്ലാത്തൊരു കണക്ഷൻ ഫീൽ ചെയ്തു. ആ നീ ആ കണക്ഷനും പിടിച്ചോണ്ടിരുന്നോ? രാത്രി ഒരു ബിയറടിക്കുന്നതിനെ പറ്റി എന്താണ് ആവാലോ? ഹായ്. ഹായ്. വാലന്റൈൻസ് ഡേ ആയിട്ട് ഇന്ന് വേറെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ലേ? നമുക്കൊക്കെ എന്ത് വാലന്റൈൻസ് ഡേ, ഒരു കര പറ്റാനുള്ള കഷ്ടപ്പാടില്ല. പപ്പേനോട് 2 വർഷം സമയം ചോദിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ 2 വർഷത്തിനുള്ളിൽ ഒന്നും ആയില്ലെങ്കിൽ അളിയൻ്റെ ഒപ്പം ദുബായിലേക്ക് പറഞ്ഞു വിടും. ഇതിൻ്റെ ഇടയിലൊക്കെ പ്രേമിക്കാൻ അവിടെ നിന്ന് സമയം. ഒന്ന് പുറത്ത് പോകണമെങ്കിൽ വേണം 1000 രൂപ. കയ്യിലെ സേവിങ്സ് മൊത്തം തീർന്നു. അതൊക്കെ ശരിയാവും. ഞാൻ ഇയാളുടെ ഷോർട്ട് ഫിലിം കണ്ടതല്ലേ, അതിൽ ആക്ടിങ് വെച്ച് പറയാ എന്തായാലും രക്ഷപ്പെടും. താങ്ക് യു. വലിയ സ്റ്റാറൊക്കെ ആയി കഴിയുമ്പോഴേ ഒരുപാട് പെൺപിള്ളേർ ക്യൂ നിൽക്കും. നോക്കിക്കോ. സ്നേഹ ചേച്ചിക്ക് തന്റെ കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്. ചേച്ചി കളിനെ നല്ല സപ്പോർട്ടിലാണ് അച്ഛൻ ഒന്നും ട്രൈ ചെയ്യാൻ സമ്മതിച്ചത്. വീട്ടുകാർക്ക് അങ്ങനെ സിനിമയോടൊന്നും വലിയ താല്പര്യമില്ല. ആണോ? പിന്നെ എങ്ങനെ ഈ ഫീൽഡിൽ ഈ ഇൻട്രസ്റ്റ് വന്നപ്പോ? അത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കാനൊക്കെ ഭയങ്കര മോശമായിരുന്നു. ആകെയുള്ള കഴിവെന്ന് പറഞ്ഞാൽ മിമിക്രി, മോണോ ആക്ട്, നാടകം, അതിലേക്കായിരുന്നു. പഠിച്ച് മാർക്കൊന്നും മേടിക്കാണ്ട് സാറുമാരെ തെറിയൊക്കെ കേൾക്കുമെങ്കിലും ഈ പറഞ്ഞ പരിപാടിക്കൊക്കെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ ഇതേ സാറുമാർ കൈയടിക്കും. ആ കൈയടി അത് വല്ലാത്തൊരു കിക്കാണ്. അതിങ്ങനെ പറഞ്ഞു തരേണ്ടത് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാവും, ഇതെല്ലാം സെറ്റാവും. താൻ UK പോകണോ? ആര് പറഞ്ഞു? ചേച്ചി. കുറച്ച് പേപ്പേഴ്സും കൂടെ ശരിയാവാണ്ട്, അത് ശരിയായ അപ്പൊ പോവും. എന്ത് പറ്റി? എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. കാര്യം പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാമല്ലോ. എനിക്കിവിടെ അങ്ങനെ ഫ്രണ്ട്സൊന്നുമില്ല. പിന്നെ ആകുള്ള കമ്പനി താനായിരുന്നു. അപ്പോൾ താനോടി പോകാന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം. ചെറിയൊരു കണക്ഷൻ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? ആ. ഓ, ഞാൻ വിചാരിച്ചു നിനക്ക് എന്നോട് പ്രേമമായിരിക്കുന്നു. പ്രേമോ? ആര് പറഞ്ഞു? അങ്ങനൊന്നുമില്ല. അപ്പൊ നില ചുമ്മാ പറഞ്ഞതായിരിക്കും. നിളയോ? എന്തു പറഞ്ഞു? മോൾ എന്നോടെല്ലാം പറഞ്ഞു, പക്ഷെ അങ്ങനെയൊന്നുമില്ലല്ലോ. സോ വിട്ടേര്. അല്ല, നിള എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടെടുക്കാം. എങ്ങനെ? എനിക്ക് തന്നെ കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. സ്നേഹിച്ചേച്ചി പറഞ്ഞിട്ട് എനിക്ക് തന്നെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. നല്ലൊരു കെയറിങ് ബ്രദറാണത്രേ. പിന്നെ ഇയാള് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇയാളുടെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. താൻ അടിപൊളിയാണല്ലോ. പക്ഷെ അത് പ്രേമാണോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ബട്ട് നല്ലൊരു ഫീലാണിത്. നല്ല രസമുണ്ട്. കുറച്ചു കാലം ഇങ്ങനെ പോട്ടെ, നമുക്ക് നോക്കാം. Will you be my Valentine? ആഹാ, അപ്പൊ ഇതൊക്കെ പ്രിപ്പയർ ആയിരുന്നല്ലേ? ചെറുതായിട്ട്. സത്യം പറഞ്ഞാൽ ഞാനിത് പറയാൻ വേണ്ടി അങ്ങോട്ട് വന്നത്. പക്ഷെ ഞാനിത് എന്നോട് എങ്ങനെ പറയും, താനെങ്ങനെ റിയാക്ട് ചെയ്യുന്നൊക്കെ ഒരു പിടിയില്ലായിരുന്നു. പിന്നെ താനായിട്ടൊരു സ്റ്റാർട്ട് ഇട്ട് വന്നപ്പോൾ പണ്ട് ഇതുപോലെ ഒരാളോട് പ്രപ്പോസ് ചെയ്യാൻ പോയായിരുന്നു. പിന്നെ പറയാമെന്ന് പറഞ്ഞിരുന്നു. ലാസ്റ്റ് ഞാൻ പറയാൻ പോയപ്പോഴത്തേക്കും
അവൾ അവളുടെ കല്യാണക്കുറി എനിക്ക് തന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇച്ചിരി നേരത്തെ ആക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. ഹലോ, ശരി കേട്ടോ. എന്താടാ? ഞാൻ ഓഡിഷന് സെലക്ട് ആയി. അടുത്ത പടത്തിൽ ഞാൻ ഹീറോ. കൺഗ്രാറ്റ്സ്.